എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് പയ്യന്നൂരിലെ ഏറ്റവും അധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കേരളത്തിലെ ആദ്യത്തെ ഉപ്പു സത്യാഗ്രഹം നടന്നത് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലാണ്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ വെച്ചിട്ടാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഉപ്പുകുറുക്കൽ സമരം നടത്തിയത്. അപ്പോൾ അതിൻ്റെ സ്മാരകമായ പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്ര കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നും ഇല്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്. എന്നാൽ പോലും ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടുള്ള ഒരു മെമ്മോറിയലും അതിന് അനുബന്ധിച്ചിട്ട് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പയ്യന്നൂരിനടുത്ത ഉളിയത്ത് കടവിലാണ് ഈ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ ദണ്ഡിയാത്ര നടത്തി ഗാന്ധിജി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചതിൻ്റെ തുടർച്ചയായി കേരളത്തിലാദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലമാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. അപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് 2006 ഫെബ്രുവരി 27 അന്നത്തെ ടൂറിസം മിനിസ്റ്ററായിരുന്ന ശ്രീ KC വേണുഗോപാലാണ് പയ്യന്നൂർ നഗരസഭ പണി കഴിപ്പിച്ച് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏട് പരിശോധിക്കുമ്പോൾ പയ്യന്നൂർ എന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഐതിഹാസിക സമര പോരാട്ടങ്ങളുടെ ഒരു കർമ്മഭൂമിയാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ലീഡറായും KT കുഞ്ഞിരാമൻ നമ്പ്യാർ ക്യാപ്റ്റനായും 32 അംഗങ്ങളുള്ള ജാഥ വടകരയിൽ നിന്നും പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. 1930 ഏപ്രിൽ 13 കോഴിക്കോടിലെ വടകരയിൽ നിന്നും പുറപ്പെട്ട ജാഥ ഏപ്രിൽ 22 പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ എത്തിച്ചേരുകയും അവിടെ ഉപ്പുകുറുക്കി നിയമലംഘനം നടത്തുകയുമാണ് ചെയ്തത്. ഇതിനു ശേഷമാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഇതോടെ ഉളിയത്ത് കടവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുവർണ ഭൂമിയായി അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം ഉളിയത്ത് കടവിലത്തെ. ഈ ഒരു സ്മാരകം മാത്രമാണ് ആക്ച്വലി ഈ ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്മൃതി പാർക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഇത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ സംരക്ഷിക്കാൻ നമ്മുടെ അതോറിറ്റീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഇപ്പോൾ ഇവിടെ കുറച്ച് ബെഞ്ചസും അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 3-4 പേരൊക്കെ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പോകുമ്പോൾ സൈഡിൽ ഒരു പുഴയാണ്. ഇപ്പോൾ ഇവിടെയാണ് നേരത്തെ 1930 ഏപ്രിൽ 22 ഉപ്പുകുറുക്കി സമരം നടന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇറങ്ങി പോകാൻ സ്റ്റെപ്സൊന്നുമില്ല. പുഴയുടെ സൈഡിൽ നമുക്കിങ്ങനെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടി പോലെ ഒരു കൺസ്ട്രക്ഷനാണ് ഉള്ളത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന്, പക്ഷെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ആക്ച്വലി. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പയ്യന്നൂരിൻ്റെ ടൂറിസം മാപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമായിട്ട് ഉളിയത്ത് കടവ് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിറയെ കണ്ടൽക്കാടുകളും ഒക്കെയായി നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ആക്ച്വലി ഉളിയത്ത് കടവ് എന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ബാധ്യതയാണ്. ഇതാണ് ഹനി മാൻഗ്രൂവ് ഫോറസ്റ്റ്. അമ്മ ട്രെയിനിൽ വരുമ്പോൾ പറഞ്ഞിട്ടേ നമ്മൾ ഗോവേൻ്റെ അടുത്ത് കണ്ടേ. അറിയില്ല, ഇതുണ്ടാവും, പ്രോൺസ് ഉണ്ടാവും അതിൻ്റെ റൂട്ട്സിൻ്റെ ഇടയിൽ. പ്രോൺസ് അവിടെ താമസിക്കുക. കോവിഡിന് മുമ്പ് വരെ ഇവിടെ നിറയെ ചരിത്ര വിദ്യാർത്ഥികളും കാഴ്ചക്കാരുമായി ഒക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡിന് ശേഷം നഗരസഭ പാർക്ക് പൂട്ടി. കോവിഡ് വന്നപ്പോൾ പിന്നെ കോവിഡിന് ശേഷം അതിന് കാര്യമായിട്ട് മെയിൻ്റനൻസ് നടന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഉളിയത്ത് കടവ് ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്കിലത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ട രീതിയിൽ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. അപ്പോൾ ഭാവിയിൽ അതിന് വ്യത്യാസം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ടെന്നും പറഞ്ഞിട്ട് ഹനിയും അച്ഛനും കൂടി ആ വഴി നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കുറച്ച് ഡേഞ്ചറസ് ആയ വഴിയാണല്ലേ.
പോയിക്കോ. ആൾക്കാർ പോണ വഴി തന്നെ. ഇതാ ഞണ്ട് ഹനി. ഇതാ ഒരു കുഞ്ഞു ഞണ്ട് കണ്ട. ഇതാ കണ്ടോ? നടക്ക് വരുന്നുണ്ട് കണ്ണ. ആ പോന്നേ അത്ര ഉണ്ട്. നീ പോയെ. പക്ഷെ ഇത് ഇവർ കുറച്ചും കൂടി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു അല്ലേ. നമുക്ക് ഇവിടെയൊക്കെ ആൾക്കാർ പ്ലാസ്റ്റിക്കും ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. എവിടെ ബോട്ട്? എവിടെ? ആ പഴയ ബോട്ട്, തോണി. അങ്ങോട്ട് പോകാനേ ഇത്ര അങ്ങോട്ട് പോ. അല്ലാന്ന് ഞാൻ പോന്നു. അച്ഛൻ പോയിട്ടാണ്. ചോദിക്കാം.